സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട ബ്രദറെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. അതെ, അറിവിനെ തിരിച്ചറിവാക്കുന്ന, മുറിവുകളെ തിരുമുറിവുകളാക്കുന്ന, ഈറനണിയിക്കുന്ന, ചങ്ക കനയ്ക്കുന്ന സ്നേഹത്തിൻ്റെ പുതിയ മാനങ്ങൾ നൽകിയ ഒരു വിരുന്ന് തന്നെയായിരുന്നു ഈ ധ്യാന ദിവസങ്ങൾ. ഓർമ്മപ്പെടുത്തലും തിരുത്തലുകളും നൽകിക്കൊണ്ട് മണവാളിനെ സ്നേഹിക്കുവാനുള്ള മണവാട്ടിയുടെ ഉത്തരവാദിത്വവും ഈ ദിനങ്ങളിലുടനീളം മുഴങ്ങുന്നുണ്ടായിരുന്നു. തമ്പുരാൻ നമ്മുടെ പഴയ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന ഒരാത്മീയ പരസ്യത്തോടെ ബഹുമാനപ്പെട്ട ബ്രദർ ആരംഭിച്ച ടോക്ക് തന്നെ എല്ലാവരിലും ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം നൽകുന്നതായിരുന്നു. ചുങ്കക്കാരനിൽ അപ്പസ്തോലനെ കണ്ട തമ്പുരാൻ, കൊലപാതകിയായ മോശയിൽ പ്രവാചകനെ കണ്ട തമ്പുരാൻ നമ്മുടെ വികലമായ കാഴ്ചപ്പാടുകൾക്ക് ഒരു വെല്ലുവിളി ആകുകയായിരുന്നില്ലേ? മണവാളൻ കൂടെയുള്ള മണവാട്ടി ഏത് കാര്യവും ചെയ്യേണ്ടത് അതിസ്വാഭാവികമായിട്ടാണ്. ഈ അതിസ്വാഭാവികത്വമാകണം മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വേർതിരിക്കേണ്ടത്. ഞാൻ ക്ഷതമേൽക്കണം എന്നത് കർത്താവിൻ്റെ ഹിതമാണ് എന്ന് വിശ്വസിച്ച് നമുക്കിനി മുതൽ സഹനങ്ങളെ സ്വീകരിക്കാം. കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നത്. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. നമുക്കായി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊള്ളും. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. ഒരു ഇന്നർ യൂണിയനിലേക്ക് കടക്കുന്നതാവണം നമ്മുടെ പ്രാർത്ഥന. ഈ വിധത്തിൽ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മലമല കയറ്റത്തിൽ പറയുന്ന ഇരുണ്ട രാത്രി ആത്മാവിൻ്റെ ലയനമൊക്കെ അനുഭവത്തിൽ ചാലിച്ച് വ്യക്തമാക്കിയത് മറക്കാനാവാത്ത ഹൃദയസ്പർശിയായ ഒന്നായിരുന്നു. ഉടമ്പടി ബന്ധം പ്രാർത്ഥനയുടെ വലിയ രഹസ്യമാണെന്ന് ഉടമ്പടി എന്താണെന്ന ചോദ്യത്തിലൂടെ നമ്മെ കൊണ്ട് പറയിപ്പിച്ചു. മെഡിറ്റേഷനും കണ്ടംപ്ലേഷനും എന്താണെന്നങ്ങ് വ്യക്തമാക്കി. ഉൾമുറിയിൽ കടന്ന് കഥകടച്ച് അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഇരുട്ടിൽ ഈശോ ഉണ്ടെന്ന് വിശ്വസിച്ച് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഈ വിധത്തിൽ നമ്മുടെ പ്രാർത്ഥന വളരുവാൻ പഠിപ്പിച്ചത് പ്രാർത്ഥനയിൽ ഒരു പടി കൂടി ഉയരുവാൻ പര്യാപ്തമാകുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സകല സംശയങ്ങളും അകറ്റും വിധത്തിൽ അങ്ങ് വ്യക്തമാക്കി തന്ന പരിശുദ്ധാത്മ സ്നേഹം ഞങ്ങളുടെ മനസ്സിനെ ഫ്രീയാക്കി. കെയ്റോസും ക്രോണോസും ഒരു പുതിയ അറിവ് നൽകുന്നതായിരുന്നു. സമർപ്പിത ജീവിതത്തിന് താളക്രമമാകണം സങ്കീർത്തനം. സങ്കീർത്തനങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്ന് കൃത്യമായ താളവും വ്യാഖ്യാനവും അതിന് നൽകാൻ മാത്രം അങ്ങേ ഉയർത്തിയ തമ്പുരാനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇരുണ്ട രാത്രിയെ വിശ്വാസത്തിൻ്റെ കണ്ണായി കാണുവാൻ അങ്ങ് പഠിപ്പിച്ചു. സങ്കീർത്തനം 19 ഒരു കണ്ടംപ്ലേഷൻ തന്നെയാണെന്ന് അങ്ങ് വ്യക്തമാക്കിയപ്പോൾ സങ്കീർത്തനത്തോട് ഒത്തിരി സ്നേഹം തോന്നി. മാമോദീസാൽ കിട്ടിയ പ്രവാചക ദൗത്യത്തോട് 100% വിശ്വസ്തത കാണിച്ച് തൻ്റെ ജോലിയും മഹിമയും ഒക്കെ മാറ്റിവെച്ച് തമ്പുരാനായി അനേകം ആത്മാക്കളെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ നേടുവാൻ അങ്ങ് കാണിക്കുന്ന തീഷ്ണത ഞങ്ങൾക്കൊത്തിരി പ്രചോദനം പകർന്നു. സഭയുടെ പ്രബോധനങ്ങളോട് വിശ്വസ്തത കാണിച്ച് തൻ്റെ ബുദ്ധിശക്തിയും കഴിവും ആരോഗ്യവുമെല്ലാം ജ്ഞാന സമ്പാദനത്തിന് വേണ്ടി വിനിയോഗിച്ച് ഇന്നും രാത്രിയുടെ യാമങ്ങളിൽ ജ്ഞാനത്തിനായി യാചിക്കുന്ന അങ്ങയുടെ വിനയവും ജ്ഞാനദാഹവും അനുകരണീയം തന്നെ. ദൈവരാജ്യത്തിനായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അങ്ങയുടെ തീഷ്ണത, അതിനായി ഇറങ്ങിത്തിരിച്ച ഞങ്ങളിലില്ലല്ലോ എന്ന ദുഃഖം ഒരു സത്യമായി അവശേഷിക്കുകയാണ്. ഞങ്ങളിലെ മരണഭയം അകറ്റി വിശ്വാസം ജീവിക്കുവാൻ അങ്ങ് തന്ന ധൈര്യം തീർച്ചയായും ഇവിടെ ഒത്തിരി രക്തസാക്ഷികൾ സൃഷ്ടിക്കും എന്ന് പ്രത്യാശിക്കാം. ഒരു പാപിയും നശിക്കുന്നില്ല എന്ന സത്യം വചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ച് പാപിയോടുള്ള ഈശോയുടെ മനോഭാവം വ്യക്തമാക്കി അനേകം പാപികളെ തമ്പുരാനായി നടുവാനുള്ള ഞങ്ങളുടെ വിളിക്കുള്ളിൽ വിളി തുറന്നു തന്നതിന് ഒത്തിരി നന്ദി. സത്യത്തിൽ അനന്തവും അഗ്രാഹ്യവുമായ ദൈവിക രഹസ്യത്തിൻ്റെ കലവറ തന്നെ തമ്പുരാൻ അങ്ങേക്ക് തുറന്നു തന്നിരിക്കുകയാണ് എന്ന് തോന്നിപ്പോയി. ദൈവനീതിയെ ഉപമകളുടെ വ്യാഖ്യാനത്തിൽ അങ്ങ് വ്യാഖ്യാനിച്ചത് കേട്ടപ്പോൾ, ഉമ്മയുടെ വെളിച്ചത്തിൽ അങ്ങ് വ്യാഖ്യാനിച്ചത് കേട്ടപ്പോൾ, ഒരു രാസകുർബാന ഈ തിരക്കിനിടയിലും സംഘടിപ്പിച്ച് 3 മണിക്കൂർ അതിനൊരുക്കങ്ങൾ നൽകിയത് വിശുദ്ധ കുർബാനയോടും യാമപ്രാർത്ഥനയോടും സഭയോടുമുള്ള അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അർത്ഥങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ, അതിനെ വ്യായാമമാക്കി അവയെ മാറ്റാതിരിക്കുവാൻ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. പാപിയെയും പാപത്തെയും കീറിമുറിച്ച് ഭയപ്പെടുത്തി സാധാരണയായി ധ്യാനങ്ങൾ നടക്കുന്നത് എല്ലാം തന്നെ എങ്ങനെയാണ്?
എന്നാൽ വളരെ വ്യത്യസ്തമായൊരു നിലപാടും സ്നേഹത്തിൻ്റെ ആഴവും പകരുവാൻ ഒത്തിരി സ്വാതന്ത്ര്യം ഈ ലെവലിൽ അനുഭവിക്കുവാൻ അങ്ങയുടെ ധ്യാനം വഴി ഞങ്ങൾക്ക് സാധിച്ചു എന്ന് നിസ്സംശയം പറയട്ടെ. പുതിയ നിയമത്തെയും പുതിയ വീഞ്ഞിനെ അവതരിപ്പിച്ചത് മനസ്സിൽ പച്ചകിടാതെ നിൽക്കുന്നു. ഞങ്ങൾക്കിവ ഒരു ആരംഭശൂരത്വമായി പോകാതിരിക്കുവാൻ ഞങ്ങൾക്കായി അങ്ങ് പ്രാർത്ഥിക്കണം. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ സമയക്കുറവിനാൽ ചുരുക്കുകയാണ്. വാക്ക് ദൈവമാണ്. ആ വാക്കാൽ അനേകം ജീവിതങ്ങൾക്ക് വിളക്ക് കൊളുത്തുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞു. ഇനിയും അങ്ങനെയാവട്ടെ. വചനമാകുന്ന ദൈവത്താൽ ജ്വലിക്കട്ടെ അങ്ങയുടെ ബോധവും കർമ്മവും എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദറെ, സത്യത്തിൽ അങ്ങൊരു കവിയും മിസ്റ്റിക്കും മാത്രമല്ല, നല്ലൊരു ഡാൻസുകാരനും നാടകൃത്തും ഒരു സംവിധായകനുമൊക്കെയാണ്. ഈ കാര്യം ഞങ്ങൾക്ക് ക്ലാസ്സിലൂടെ വ്യക്തമായി. അങ്ങയുടെ ദൈവവിളി പരസ്യങ്ങളും അഭിനയങ്ങളുമൊക്കെ ഒത്തിരി അഭിനന്ദാർഹം തന്നെ. സത്യത്തിൽ അങ്ങ് തിരുസഭയുടെ സ്വത്താണ്. ബ്രദറിൻ്റെ ടീം വളരെ നന്നായിരിക്കുന്നു. ഒത്തിരി അഭിഷേകം നിറഞ്ഞാണ് ഇവരുടെ ഗാനങ്ങളൊക്കെ. പ്രത്യേകിച്ച് സങ്കീർത്തന ആലാപനം, അനുസരണയുള്ള ആടുകളെപ്പോലെ ബ്രദർ പറയുന്നവ കൃത്യമായി തന്നെ ചെയ്യാനുള്ള നിങ്ങളുടെ സന്മനസ്, പരിശ്രമം ഇവയൊക്കെ അനുഗ്രഹപ്രദം തന്നെ. ഗാന ആലാപനം, മ്യൂസിക് എല്ലാം ഒത്തിരി സുന്ദരമായിരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന വഴി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും, നമ്മുടെ ധ്യാനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ കഷ്ടപ്പെട്ട ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്കും, പ്രത്യേകിച്ച് മദറിനും ടെസ്ലിൻ സിസ്റ്ററിനും സിസ്റ്റർ സംഗീതയ്ക്കും, ഭക്ഷണം ഒരുക്കാൻ സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഡൈനീഷ്യാമ്മയ്ക്കും സിസ്റ്റർ മേഴ്സലിനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മോടൊപ്പം ധ്യാനിച്ചവരാണെങ്കിലും നമ്മെ ഒത്തിരി സഹായിച്ച് നമ്മുടെ 2 വൈദികർ, ബഹുമാനപ്പെട്ട പോളച്ചെറി അച്ഛനും ബഹുമാനപ്പെട്ട തോമസ് നിരപ്പൽ അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനൊരു ധ്യാനം സംഘടിപ്പിക്കുവാൻ മനസ്സ് കാണിച്ച പ്രൊവിൻഷ്യൽ അമ്മയും കൗൺസിലേഴ്സിനും നന്ദി പറയുന്നു. ഈ ധ്യാന ദിനങ്ങളിൽ നാം അറിയാതെ തന്നെ നമ്മെ സഹായിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ റീറ്റ, സിസ്റ്റർ ബിയാട്രിസ് എന്നിവർക്കും പ്രത്യേകം നന്ദി. ദൈവരാജ്യ വിപുലീകരണത്തിനായുള്ള ബ്രദറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടന്ന പ്രോഗ്രാംസൊക്കെ സീഡിലാക്കുവാൻ കഷ്ടപ്പെട്ടവരെ തീർച്ചയായും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളും ഈ ധ്യാനവും ഞങ്ങൾക്ക് സീഡിലാക്കി തരാനായിട്ട് ദൈവകൃപയാൽ ഞങ്ങളും മറ്റുള്ളവരും വളരുവാൻ അങ്ങ് കാണിച്ച വലിയ മനസ്സിന് നന്ദി. എല്ലാം ദൈവമഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ധ്യാനം കൂടുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. വചനം വായിച്ചും കത്തോലിക്ക മതബോധന ഗ്രന്ഥമൊക്കെ വായിച്ച് ഈ ധ്യാനത്തിന് ഒത്തിരി കൊഴുപ്പ് തന്ന സിസ്റ്റർ ആൻ ജീസിനെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്. സിസ്റ്റർ വളരെ ക്ലിയറായിട്ടാണ് വായിക്കുന്നത്. സിസ്റ്ററിൻ്റെ വലിയ മനസ്സിൻ്റെ പിന്നിൽ തമ്പുരാൻ സിസ്റ്ററിനെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബ്രദറിൻ്റെ വലിയ പ്രോജക്റ്റായിട്ടുള്ള വചനം അനേകർക്ക് പകരുവാനായിട്ട് ബ്രദർ ചെയ്യുന്ന ആ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അതിൻ്റെ പണച്ചെലവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ പിന്നെ അങ്ങേക്കൊണ്ട് പ്രവർത്തിക്കുന്ന ടീമിനെയൊക്കെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ എന്നും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെയും കൂടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you very much.